കഴിഞ്ഞ വോട്ടെടുപ്പിന് ശേഷം വന്നൊരു വാർത്തയായിരുന്നു സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ ശതമാനത്തിൽ ഒരു വലിയ കൂടുതലുണ്ടായിരിക്കുന്നു, വർധനവുണ്ടായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് UDFന് അനുകൂലമായ ഒരു തരംഗമായി മാറും, അത് UDFന്റെ പെട്ടിയിലാണ് വോട്ടുകളായി മാറുക എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ് അത് ഒരു തരത്തിലും LDFനെ ബാധിക്കില്ല എന്ന്. ഇതെങ്ങനെയാണ് വർക്കാവുന്നത്? ഈ വോട്ട് ശതമാനം കൂടുമ്പോൾ അവിടെയും ഇവിടെയും എന്നുള്ളൊരു അൽഗോരിതം എങ്ങനെയാണത്? അതായത് പണ്ട് CPM-ഉം ഇടതുപക്ഷവും കൃത്യമായി ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ശതമാനം വെച്ചുള്ള ഒരു വിലയിരുത്തലാണ്. ആ വിലയിരുത്തൽ പറയുന്നത് പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അത് UDFന് അനുകൂലവും, പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് CPM-നും LDFനും അനുകൂലമാണെന്ന് പറയും. കാരണം അതിന് പറയുന്നത് CPM-ന്റെയും LDF-ന്റെയും വോട്ടുകളെല്ലാം കേഡർ വോട്ടുകളാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെ പോളിംഗ് ശതമാനം കുറയുമ്പോൾ പോൾ ചെയ്യപ്പെടാത്തത് UDFന്റെ വോട്ടാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിട്ട് ഇലക്ഷനുകൾ പലത് കഴിഞ്ഞു. CPM തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഇലക്ഷൻ വിലയിരുത്തലുകളൊന്നും പഴയതുപോലെയല്ല, പഴയതുപോലെ അവർക്കൊരു കേഡർ സ്വഭാവത്തിൽ ഇത് ഇലക്ഷൻ വിലയിരുത്താൻ പറ്റുന്നില്ല എന്ന്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഇലക്ഷൻ്റെ പുതിയ SIR പ്രകാരമുള്ള ലിസ്റ്റ് വന്നപ്പോൾ ഏകദേശം ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ത്രീ വോട്ടർമാർ തന്നെയാണ് കൂടുതൽ. കോൺഗ്രസ് നടത്തിയ അല്ലെങ്കിൽ UDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പല വാഗ്ദാനങ്ങളും, സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര, അതുപോലെ തന്നെ അവർക്കുള്ള സാമ്പത്തിക സഹായം, അവരുടെ കുടുംബത്തിൽ ധനലഭ്യത ഉറപ്പാക്കുന്ന പദ്ധതികൾ, അതുപോലെ ചികിത്സാ സഹായം, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചികിത്സാ പദ്ധതി, ഇത്തരം മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെച്ച സ്ത്രീകളെ UDFനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം എത്തിക്കുന്ന നിരവധി വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇലക്ഷന് ശേഷമുള്ള പല വിലയിരുത്തലുകളും തെളിയിക്കുന്നത്. ആ ഒരു വിലയിരുത്തലിന്റെ പേരിലാണ് കോൺഗ്രസ് പറയുന്നത് സ്ത്രീകൾ ഞങ്ങൾക്കൊപ്പമാണെന്ന്. പക്ഷേ CPM-നോ CPI-ക്കോ മെയ് 4 വരെ അത് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. ഇനി വോട്ടെണ്ണി കഴിയണം. വോട്ടെല്ലാം പെട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം വിലയിരുത്തലുകളാണ്. അപ്പോൾ അതിനുള്ളൊരു ന്യായീകരണത്തിന്റെ ഭാഗമാണ് ഇത്. പോളിംഗ് ശതമാനം കൂടിയാലും അത് നമ്മളെ ബാധിക്കില്ല, സ്ത്രീ വോട്ടർമാർ കൂടിയാലും അത് നമ്മളെ ബാധിക്കില്ല, ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്കൊരു പുതിയ സാമ്പത്തിക സഹായത്തിന്റെ പദ്ധതി ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം പറയുന്നതാണ്. ഇനി വോട്ടെണ്ണണം, വോട്ടെണ്ണി കഴിയുമ്പോഴാണ് ഇതിനെല്ലാം ഒരു വിലയിരുത്തൽ കൃത്യമായി വരിക. അതെ, പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രൽ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ അവർ തന്നെ അവകാശപ്പെടുന്ന അവരുടെ കേഡർ വോട്ടുകൾ അവർ എണ്ണിത്തിട്ടപ്പെടുത്തിയ വോട്ടുകളായിരിക്കും ഇടത് പെട്ടിയിൽ വീഴാൻ പോകുന്നത്. ഈ പറഞ്ഞ എക്സ്ട്രാ വന്ന വോട്ടുകൾ, അധികമായി പോൾ ചെയ്യപ്പെട്ട വോട്ടുകളെല്ലാം സ്വാഭാവികമായും UDFിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയായിരിക്കും 4-ാം തീയതി വരാൻ പോകുന്ന ഫലം എന്ന് തന്നെയല്ലേ? അല്ലെ, CPM-ന്റെ ഈ കേഡർ അല്ലെങ്കിൽ CPM LDF ഒക്കെ അവകാശപ്പെടുന്നവരുടെ കേഡർ സംവിധാനം അതൊക്കെ എന്നോ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാരണം അതിനകത്ത് അവരുടെ ഒരു ഇരുമ്പ് മറയുണ്ട്, പാർട്ടി രഹസ്യങ്ങളൊന്നും പുറത്തു പറയത്തില്ല, അതെല്ലാം മാറിയില്ലേ. ഇപ്പോ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ടീച്ചറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്ന TK ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി CPM-ന്റെ ഒരു പ്രധാന മുഖമായിട്ട് അവിടെ വന്നിരുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കേഡർ സംവിധാനമൊക്കെ പോയി. പിന്നെ ഇപ്പോൾ 10 വർഷത്തെ ഭരണത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ CPM പോലുള്ളൊരു സംഘടനയ്ക്കുള്ള ഒരു സംഘടനാ സംവിധാനം വെച്ച് കുറെ ഭയപ്പെടുത്തലുകൾ കൊണ്ട് കുറച്ച് പേരെയൊക്കെ അടക്കി നിർത്തിയിരിക്കുന്നുള്ളതാണ്. പിന്നെ അതേപോലെ പല സ്ഥലങ്ങളിൽ അവരുടെ ജോലി കൊടുക്കുന്നതും ആ ഒരു സാമ്പത്തിക സഹായം നൽകുന്നതും ഈ ഒരു രീതിയിലൊരു മൊത്തത്തിലൊരു ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ കേഡർ സംവിധാനമൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ CPM-ന് ഒരു ബൂത്തിൽ എത്ര വോട്ട് കിട്ടും, എത്ര പേര് അവർ വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ആ വിലയിരുത്തലൊന്നും ഇപ്പോൾ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-ന് അമ്പേ പാളിയതാണ്. കാരണം ഒരിക്കലും തോക്കില്ല എന്ന് വിചാരിച്ച പല സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിനാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഈ വിലയിരുത്തലിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ സാധാരണ സ്ത്രീകളെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയമുണ്ട്. ഒരു 10 വർഷത്തെ ഭരണമാണ്. ഈ ഭരണത്തിന്റെ പേരിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല സ്ത്രീ പ്രവേശനവും ഒക്കെ സ്ത്രീകളെ വല്ലാതെ, അതായത് വിശ്വാസികളായ സ്ത്രീകളെ വല്ലാതെ ബാധിക്കണം. കാരണം നമ്മൾ കണ്ടതല്ലേ, സ്ത്രീ പ്രവേശന സമയത്ത് ഇവിടെ നാമജപ ഘോഷയാത്രയിൽ മൊത്തം ഇറങ്ങിയത് വിശ്വാസികളായ സ്ത്രീകളാണ്. അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ CPM എന്ത് ചെയ്തു എന്നുള്ളതുണ്ട്. അതെ, പക്ഷെ ഒരു ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാവരും മറന്നുപോയി എന്ന് പാർട്ടി വിചാരിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് മറന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അതങ്ങനെ മറക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളെ കൃത്യമായി അവരെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ശബരിമലയിൽ വിശ്വാസത്തോടെ പോകുന്ന അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പനെ വിശ്വസിക്കുന്നവർ നോക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്, ഇനി അവിടെ ഇരിക്കുന്ന വിഗ്രഹം പോലും ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയിക്കുന്നതിന്റെ രീതിയിലാണ് അവിടെ കൊള്ള നടത്തുന്നത്. ആ കൊള്ളയ്ക്ക് ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ആളാണ്. അതുപോലെ അയാൾ ഒരു മുൻ MLA കൂടെയാണ്.
പത്മകുമാർ, അതുപോലെ തന്നെ CPM നിയമിച്ച മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ജയിലിൽ കിടന്ന വാസു, അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള ബോർഡ്, ഇവർക്കെതിരെ ഒരു നടപടിയും CPM എടുത്തിട്ടുമില്ലല്ലോ. ഇവര് സ്വർണ്ണക്കൊള്ളയിലുള്ളവരെ എല്ലാം ജയിലിലാക്കും, ഇത് അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും ഉണ്ടായില്ല. അന്വേഷണം പോലും ഇപ്പം നിശ്ചലമായ അവസ്ഥയിലാണ്. അതൊന്നും CPM വിചാരിക്കുന്നത് പോലെ വളരെ വേഗത്തിലൊന്നും അത് വിശ്വാസികളായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് അവര് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറയുന്ന പാരഡി സോങ്ങിനോട് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്. അതെ, അതുപോലെ തന്നെ കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്ന സ്ത്രീകളുടെ ഇടയിൽ പ്രത്യേകിച്ച് മറ്റൊരു വിഷയമാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്നൊരു സർക്കാർ എന്ത് ചെയ്തു, എന്ത് സുരക്ഷയാണ് ഒരുക്കിയത് എന്നുള്ള ചോദ്യം പൊതുജനം ചോദിച്ചു. അത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷയുടെ പേരിലാണല്ലോ ഈ 2000 ആദ്യ പിണറായി സർക്കാർ തന്നെ പെരുമ്പാവൂരിലെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട ജിഷ കൊല കേസുകൾ ബന്ധപ്പെട്ട പ്രചരണങ്ങളിലൂടെയാണ് വന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന കേസുകളിൽ ഏത് സ്ത്രീക്കാണ് കൃത്യമായി നീതി ഉറപ്പാക്കിയതെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ ആരോപണത്തിൽ പോലും ആ ഗണേഷ് കുമാറിന്റെ ഭാര്യയായ സ്ത്രീ പോലീസിൽ വിളിക്കുന്നു. പോലീസ് അവിടെ വന്നിട്ട് എന്ത് നടപടിയെടുത്തു? അവരൊന്നും നടപടിയെടുത്തില്ല. മന്ത്രിയുടെ വീട്ടിൽ വന്ന് തിരിച്ചുപോയി. പിന്നീട് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ അതിലൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടായി, ഇത് പോയി. എന്നിരുന്നാലും ഒരു സ്ത്രീ ഒരു സുരക്ഷയുടെ ഭാഗമായി പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് അവിടെ വന്ന് ഒന്നും ചെയ്യാതെ തിരിച്ചു പോയി എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ആ ആരോപണത്തിൽ തന്നെ ഉണ്ട് സ്ത്രീ സുരക്ഷ എന്താണെന്നും എന്താണ് പിണറായി സർക്കാർ ഇവിടെ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷ എന്നുള്ളതും. അതെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അറിയാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പായിട്ടും അത് UDF അനുകൂലമായി തന്നെ പണ്ട് ഈ പറഞ്ഞ ഇടതുപക്ഷം പ്രവചിച്ചതുപോലെ അവർ വിലയിരുത്തിയതുപോലെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. ഇതെല്ലാം UDF പെട്ടിയിൽ തന്നെ വീഴുമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. മേഘ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഈ നമ്മുടെ സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ പോലും ആ മേഖലയിൽ ഉണ്ടായ വീഴ്ചകളുടെ ഫലം അനുഭവിച്ചത് അല്ലെങ്കിൽ ദുരിതം അനുഭവിച്ച സ്ത്രീകളാണ്. നമ്മളിപ്പോൾ ആരോഗ്യ മേഖല മാത്രം എടുത്താൽ മതി. ആരോഗ്യ മേഖലയിൽ എത്ര സ്ത്രീകളാണ് ഈ മേഖലയുടെ ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ വീഴ്ച കൊണ്ട് ദുരിതം അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് വയറ്റിൽ കത്രികയായി ജീവിക്കുന്ന ഹർഷീന, അതുപോലെ തന്നെ ICUയിൽ സർജറി കഴിഞ്ഞ് അതിൻ്റെ മയക്കത്തിൽ കിടന്നപ്പോൾ പീഡിപ്പിക്കപ്പെട്ട യുവതി, അതുപോലെ തന്നെ ഉഷ തോമസ്, അതേപോലെ ആലപ്പുഴ വന്ന് വയറ്റിൽ കത്രിക മറന്നു വെച്ച ഒരു കേസ്. ഇങ്ങനെ എത്ര നിരവധി കേസുകളല്ലേ. ഇതെല്ലാം നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ ഒരു വീഴ്ചയാണ്. അതുപോലെ തന്നെയാണ് ഒരു സാധാരണ ഒരു ഓട്ടോ തൊഴിലാളിയായ വേണു എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയസ്തംഭനം മൂലം വന്ന് ചികിത്സ ലഭിക്കുന്നില്ല എന്ന് കരഞ്ഞു പറയുന്ന ഓഡിയോ സന്ദേശം. ഇത് വേണുവിൻ്റെ ഭാര്യ പറയുന്ന ഓരോ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഓരോ വാക്കുകളുമുണ്ട്. ഇതെല്ലാം അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ഈ സർക്കാരിനെതിരെ ചിന്തിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അല്ല, ഈ പറയുന്നതിൻ്റെ ലാസ്റ്റ് പറയുന്ന ചില മോഹന വാഗ്ദാനങ്ങളായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സഹായം കൊണ്ടുവരുന്ന ഒരു പദ്ധതി കൊണ്ടുവരുമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നു എന്നൊക്കെയുള്ളതിൽ കവിഞ്ഞ് സ്ത്രീകൾക്ക് എന്താണ് കൊടുത്തത്, എന്ത് സുരക്ഷയാണ് കൊടുത്തത്? ഇത് ഈ സംവിധാനത്തിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ട് എല്ലാ ദുരിതം അനുഭവിച്ചത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ മാറി ചിന്തിക്കാം. അത് CPM-നെയും LDF-നെയും സ്വാഭാവികമായും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പാർട്ടിയെ വെട്ടിലാക്കിയ മറ്റൊരു സംഭവമായിരുന്നു അനുപമ എന്ന പെൺകുട്ടിയുടെ കുഞ്ഞിനെ ആ കുട്ടി അറിയാതെ മാറ്റിയ ഒരു സംഭവം ഉണ്ടായത്. അതും ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് എന്ത് ഉറപ്പാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒന്ന് തന്നെയായിരുന്നില്ലേ? അതായത് സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു സംവിധാനമാകെ എത്ര രീതിയിൽ ക്രൂരമായി പെരുമാറും, അവരേതൊക്കെ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഈ അനുപമയുടെ കേസ്. അനുപമ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം കുഞ്ഞിന് വേണ്ടി ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയും ആ പോരാട്ടത്തിനൊപ്പം കേരളം നിൽക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറത്തു വന്നത്. ഇതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വിശ്വാസമായി നമ്മൾ കരുതുന്നതാണ്, നമ്മളെല്ലാവരും അമ്മത്തൊട്ടിലൊക്കെ വെച്ചു അവിടെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ സർക്കാർ സംരക്ഷിക്കും, അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിലേക്ക്, അർഹരായവരുടെ കയ്യിലേക്ക് ആ കുഞ്ഞ് ദത്ത് എത്തും, അത് നന്നായി വളരുമെന്നാണ് വിശ്വസിച്ചത്. ഈ അനുപമയുടെ കേസിൽ എന്താണ്, ആ ദിവസം ലഭിച്ച ആൺകുട്ടിയെ പെൺകുട്ടി എന്ന് രേഖപ്പെടുത്തി, ആ പെൺകുട്ടിക്ക് മലാല എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പേര് ഇറങ്ങി ശിശുക്ഷേമ സമിതി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ആ കുറിപ്പിൽ വെച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു, കേരള സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിച്ചു. ആ കുഞ്ഞിനെ തന്നെ നിയമപരമായ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് ആന്ധ്രയിലുള്ള ഒരു ദമ്പതികൾക്ക് ദത്ത് നൽകുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ് ഒരു സംവിധാനം CPM അവരുടെ ഒരു നേതാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഈ അനുപമ പലവട്ടം ഈ കുഞ്ഞിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്.
പൊതുസമൂഹത്തിൽ ഇറങ്ങി സമരം ചെയ്യുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു, കേരളം ഒപ്പം നിൽക്കുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുന്നതും അന്വേഷണം നടക്കുന്നു, പല DNA പരിശോധന നടത്തുന്നു, കുഞ്ഞിന് അവസാനം അനുപമയ്ക്ക് കിട്ടുന്നു. അതൊരു ശുഭകരമായ അന്ത്യം എന്ന് പറയാം. പക്ഷെ ഈ സംവിധാനത്തിൽ എന്തെല്ലാം ശുഭകരമായ അന്ത്യത്തിലേക്ക് എത്താൻ എടുത്ത പോരാട്ടം എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല, ഒരു സ്വാഭാവികമായ ഒരു രീതി ആയിരുന്നില്ല. വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നു, വലിയ പോരാട്ടം നടത്തിയതിന് ശേഷമാണ് ഈ പറഞ്ഞ നീതിയിലേക്ക് എത്താൻ സാധിച്ചത്. അല്ല, അത് കുഞ്ഞിനെ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അനുപമയ്ക്ക് നീതി ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ക്രൈമാണ് അവിടെ നടന്നത്. ആ ക്രൈമിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു. നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്, അവരൊരു സ്ത്രീയാണ്, അവരെ എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ അന്വേഷണത്തിലൊന്നും ഒരു കമ്മീഷനും റിപ്പോർട്ട് വയ്ക്കാറില്ല, അതിലൊരു നടപടി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ അനുപമയുടെ ദത്ത് വിവാദത്തിലും ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. നമ്മുടെ TV അനുപമ IAS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തു. ആ റിപ്പോർട്ട് ഇവിടെ പുറത്തു വന്നിട്ടില്ല. അതിലെന്ത് നടപടി സ്വീകരിച്ചു? അന്നത്തെ ശിശുക്ഷേമ സമിതി ഭാരവാഹികൾക്കെതിരെ നടപടി സ്വീകരിച്ചോ? അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അവിടെ ആര് കൊണ്ടുകൊടുത്തു? ഇതൊന്നും പുറത്തു വന്നില്ലല്ലോ. ഇതാണ് സ്ത്രീകൾക്ക് ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നീതി, ഇതാണ് സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സുരക്ഷ. അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന് ഒരു ചിന്ത ഉണ്ടാവാം, അവർ മാറി ചിന്തിച്ചിട്ടുണ്ടാവാം. ഏപ്രിൽ 4-ന് വോട്ടെണ്ണുമ്പോൾ അത് കൃത്യമായി അറിയുകയും ചെയ്യാം.